നമ്മളുടെ സൊസൈറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൂടുതലും മിങ്കിളായിട്ടുള്ളത് ഇന്ത്യൻ സൊസൈറ്റിയാണ്. ഇന്ത്യൻ കേരള, തമിഴ്നാടു, കന്നഡ, പഞ്ചാബ്, അങ്ങനെയുള്ള കുറേ തെലുഗു. അപ്പോൾ അവരൊക്കെ വളരെ ട്രഡീഷണലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതലും വെള്ളക്കാരുടെ കൂടി ആയിരുന്നു എങ്കിൽ ഐ മേ കം ഔട്ട് അറ്റ് ദാറ്റ് ടൈം, ബട്ട് ഐ കുഡൻ ഡു ദാറ്റ് ബിക്കോസ് ഞാൻ കൂടുതൽ മച്ച് മോർ എന്താ പറയുക ഇത് ഇൻവോൾവ് ആയിരുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ആയിട്ടായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ മാത്രമല്ല. അപ്പം ഞാൻ അവിടെ തമിഴ് അസോസിയേഷനുമായിട്ട് ഞാൻ വളരെ ലിങ്ക്ഡ് ആയിരുന്നു, തെലുഗു അസോസിയേഷൻ ലിങ്ക്ഡ് ആയിരുന്നു. കാര്യം ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, കർണാട്ടിക് മ്യൂസിക്കും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ലിങ്ക്ഡ് ആയിരുന്നു. പിന്നെ കുറേ ഹിന്ദി ആൾക്കാരുടെ അതുകൊണ്ട് അപ്പം അതൊക്കെ ലിങ്ക്ഡ് ആയിരുന്നു. അപ്പം ഈ ഇന്ത്യൻ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് ഇപ്പം അറിയാമല്ലോ പൊതുവേ. ഇങ്ങനെ ഒരാണെങ്കിൽ അവൻ അല്ലെങ്കിൽ മറ്റേതാണ് ഒരു രീതിയിലല്ല വേറെ രീതിയാണ്, പെണ്ണുങ്ങളെപ്പോലെയാണ്, അവനെ നമ്മളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന പല ആൾക്കാരും നമ്മളുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നവരുണ്ട്. പക്ഷെ എനിക്ക് അതിനെ പറ്റിയിട്ട് അവരെ തിരുത്താനോ പിടിക്കാനോ ഒന്നും ഞാൻ പോകുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു കറക്റ്റ് എനിബഡി ഇൻ ദിസ് വേൾഡ്. എനിക്ക് എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ നോക്കുന്നത്. ഞാനും എൻ്റെ കലയും അതിനെങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരുടെയും കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നില്ല. സോ അതാണ് മെയിനായിട്ടുള്ള റീസൺ ഞാൻ എന്തുകൊണ്ട് ഡിക്ലെയർ ചെയ്തിരുന്നില്ല എന്നുള്ളത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് രഞ്ജുമാനൊക്കെ നേരത്തെ തന്നെ അറിയാം, വർഷങ്ങൾക്ക് മുന്നേ തന്നെ അറിയാം. അപ്പോൾ അപ്പം രഞ്ജുമയോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓപ്പൺനെസ് ആണ്, അക്സെപ്റ്റൻസ് ആണ്. ഇവിടത്തെ സൊസൈറ്റി, കേരളം ഹാസ് ചേഞ്ച്ഡ് എ ലോട്ട്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി. എൻ്റെ ഫസ്റ്റ് കോൾ വാസ് ടു രഞ്ജുമ. ഒരു ട്രാൻസ് വുമണുമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ആദ്യം രഞ്ജുമേൻ്റെ അടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞു, മൈ ഗോഡ്, വാട്ട് ഈസ് ദിസ്, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ ഇൻ കേരള. നമ്മൾക്ക് ഭയങ്കര പ്രൗഡാണ് ഇപ്പം സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ അല്ലെങ്കിൽ ഈ പറയുന്ന LGBTQ+ ആരാണ് വാട്ടെവർ അവർക്ക് ഇപ്പം നമ്മളുടെ സമൂഹം നൽകുന്ന ഒരു സ്വീകാര്യതയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഐ ആം വെരി ഹാപ്പി. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഫീല് ചെയ്യും. കാരണം പണ്ട് പറഞ്ഞിരുന്ന ഒരുപാട് വാചകങ്ങളൊക്കെ ഇന്ന് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നും മനുഷ്യരാണെന്നും സ്നേഹിക്കപ്പെടേണ്ടവരാണെന്നും തുല്യത നിൽക്കേണ്ടവരാണെന്നും പറയുമ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. US നിന്ന് ഇവിടം വരെ വന്ന് ഇത്രയും താമസം എടുത്തതിൻ്റെ കാര്യമാണ്. ഞാൻ താമസിച്ച് പോയതും അതുകൊണ്ട് തന്നെയാണ്. കാര്യം എനിക്ക് കുറച്ച് ഒരു പ്രോബ്ലംസ് ഈ പറഞ്ഞ പോലെ സൊസൈറ്റി ആയിട്ട് വളരെ ലിങ്ക്ഡ് ആണ്. കാര്യം ഞാൻ ആർട്ടുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊരു സ്കിൽഡ് ആണെന്നുണ്ടെങ്കിൽ ദ സൊസൈറ്റി വിൽ അക്സെപ്റ്റ് അസ് ആസ് എൻ ആർട്ടിസ്റ്റ്. പക്ഷെ ആ ആർട്ടിസ്റ്റിന് ഇങ്ങനത്തെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവരത് കാണുന്ന ഡിസേബിലിറ്റിയാണ്. അതൊരു വലിയൊരു തെറ്റായിട്ടാണ് അതിനെ കാണുന്നത്. അത് ചിലപ്പം എല്ലാവരും ഉണ്ടായിരിക്കില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ ചിലപ്പം അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ജോലി പോകും, എന്നെ അവർ അംഗീകരിക്കത്തില്ല, എനിക്കിനി അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല, പെർഫോമൻസിന് എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറച്ചു വെച്ചു. ഞാൻ ഇവിടെ നാട്ടിൽ വന്നു. ഐ സ്പോക്ക് ടു ദ റൈറ്റ് പേഴ്സൺ ആൻഡ് ഷീ സെഡ്, ഓ ഡെഫിനറ്റ്ലി ഐ ക്യാൻ ജസ്റ്റ് ഹെൽപ്പ് യു ഔട്ട് ടു കം ഔട്ട് വാട്ട് യു വാണ്ട് റിയലി. അപ്പം ഞാൻ അങ്ങനെ അതിലേക്ക് വന്നു. അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പുകൾ ഒന്നൊന്നായിട്ട് വന്നു പറഞ്ഞത്. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ കുഡ് സേ ദാറ്റ് എൻ്റെ പ്രീവിയസ് ലൈഫിൽ നിന്നും ഇപ്പോഴാണ് ഞാൻ സന്തോഷം എന്തെന്നുള്ളതും ഞാൻ ഹാപ്പിയായിട്ട് ജീവിക്കുന്നത് ഇപ്പോഴും. ഇത്രയും ദൂരമായിപ്പോയി. നമ്മളെ കുറച്ച് നാളെ ഭൂമിയിൽ എല്ലാവരും ജീവിച്ചിരിക്കും. മേക്ക് അവർ സെൽഫ് ഹാപ്പി, അതാണ് ഏറ്റവും വലിയ കാര്യം. എക്സാക്ട്ലി. നമ്മൾ വേറെ ആളെയും ദ്രോഹിക്കുന്നില്ല, എടുക്കുന്നില്ല, നമ്മൾക്ക് സന്തോഷം ഉണ്ടാവുക. പലരുടെയും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പം പറയുമ്പോൾ തന്നെ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സും പറയുന്നതാണ്, അത് മെയിലിൽ നിന്ന് ഫീമെയിൽ ആവട്ടെ, ഫീമെയിലിൽ നിന്ന് മെയിൽ ആവട്ടെ, ആരാണെങ്കിലും പറയുന്ന ഒരേ ഒരു കാര്യം, അവരുടെ സ്വത്വം മറച്ചു വെച്ചിട്ട് അവർക്ക് അഭിനയിച്ച് ജീവിച്ചിട്ട് ആ സ്വത്വം തിരിച്ചു പിടിക്കുമ്പോൾ അവർ കണ്ണാടി നോക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടു നിൽക്കുന്നത് നമുക്കത് മനസ്സിലാവില്ല. അത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. എൻ്റെ ന്യൂ ലൈഫാണ് ഇത്. സെക്കൻഡ് ലൈഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറയത്തില്ല. ഇപ്പോഴാണ് ഞാൻ ജീവിക്കാൻ തുടങ്ങിയത്. മുന്നേ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഒരു മാസ്ക്, ഐ വാസ് വെയറിങ് എ മാസ്ക്, ആൻഡ് ദറ്റ് മാസ്ക് ഡസൻറ്റ് ഷോ വാട്ട് ഐ ആം എക്സാക്ട്ലി. So I need to show what I am exactly. That is the reason I just took this right decision on right time. I know that it takes a long time to just get the right change.
പക്ഷേ ഇപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് ഓർത്തിട്ട് സമയം പോയല്ലോ, ഇത്രയും സമയം ഞാൻ എന്താ ചെയ്യുകയായിരുന്നു എന്ന് ഓർത്തിട്ട് എനിക്കിങ്ങനെ വിഷമമൊന്നുമില്ല. ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അല്ല, അത് നമുക്ക് ചിലതിന് ഒരു മാറ്റത്തിന് ഒരു ചേഞ്ചിൻ്റെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് റൈറ്റ് ടൈമാണ് വന്നത്. റൈറ്റ് ടൈമിൽ അച്ചീവ്മെൻറ്റ്സ് എടുക്കാൻ പറ്റി, റൈറ്റ് ടൈമിൽ യു ക്യാൻ സ്പീക്ക്. അതായത് ഞാനാണ് എനിക്ക് അയ്യോ അതായത് ആ കുട്ടിക്ക് കിട്ടിയത് അതാരാണ് ജാനകി രാജ് എന്ന് ചോദിക്കുമ്പോൾ ഐഡൻറ്റിറ്റി പറയാൻ പറ്റുക, അതൊക്കെ വലിയ കാര്യമാണ്. ജാനകി US പഠിക്കാൻ പോയത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ മാത്രമല്ല, അതിന് മുന്നേ ഉള്ള കുറേ പല പല കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ്റർമീഡിയറ്റ് ഉണ്ടായിരുന്നു, ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു, മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് കൂടാതെ ഞാൻ ലണ്ടനിലും പഠിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ ബേസിക്കലി നിങ്ങൾ മലയാളിയായിട്ട് അങ്ങോട്ട് പോയവരാണോ? അത് ഞങ്ങൾ അങ്ങോട്ട് പോയവരാണ്. പേരൻസ് എല്ലാവരും, ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് യുഎസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ സിറ്റിസൺഷിപ്പ് അവിടത്തെ അല്ലല്ല, സിറ്റിസൺഷിപ്പ് ഇല്ല. എനിക്ക് GC ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഇപ്പം ഞാനിപ്പോൾ നാട്ടിൽ കുറേ നാൾ നിന്നിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് ഇപ്പോൾ വേറെ രാജ്യത്തിലേക്ക് പോകാനാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നാട്ടിൽ കുറച്ചൊരു എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് കുറച്ചൊരു ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫാണ്. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ച് നല്ല പ്ലാറ്റ്ഫോംസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പം പേരൻസ് ഒക്കെ ഇപ്പോഴും US ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഒറ്റ അല്ലല്ല, ഞങ്ങൾ മൊത്തം 4 മക്കളാണ്. ചേട്ടൻ 2 ചേച്ചിമാരാണ്. അവരിപ്പോൾ എല്ലാവരും ഞങ്ങൾ നാട്ടിലുണ്ട്. അവരൊക്കെ അവിടെ നിന്ന് പോകുന്നു യൂസ് എല്ലാവരും അവിടെ നിന്ന് വന്നിട്ട് ഇപ്പം നാട്ടിൽ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്നവരും ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇപ്പം UK പോകുന്നവരുണ്ട്, ദുബായ് പോകുന്നവരുണ്ട്. അങ്ങനെ എങ്ങനെയുണ്ട് കുടുംബത്തിൽ നിന്നുള്ളൊരു, കാരണം കേരളത്തിലായിരുന്നോ 10 വരെ പഠിച്ചിരുന്നത്? ഞാൻ നാട്ടിലും പഠിച്ചിട്ടുണ്ട്, ഞാൻ ഹൈദരാബാദിൽ പഠിച്ചിട്ടുണ്ട്, ഞാൻ തെലുങ്ക് നന്നായി സംസാരിക്കും. അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവിടുത്തെ ഒരു കൾച്ചർ വെച്ചിട്ടാണോ ഈ ഒരു ഇത്രയും വെയിറ്റ് ചെയ്തത്, അതോ ഇവിടുത്തെ കൾച്ചർ വെച്ചിട്ടാണോ എന്നാ ചോദിച്ചു. എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് ഞാനിങ്ങനെ ഇതിനെ പറ്റിയിട്ടൊരു ഡിസ്കഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഓരോ ആൾക്കാർക്കും എന്താണോ എങ്ങനെയാണോ ജീവിക്കേണ്ടത് ആ ജീവിത രീതി അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അങ്ങനെ ജീവിക്കാനും പറ്റും എന്നുള്ളത്. ഇപ്പോൾ പോലും എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ആരും ചോദിച്ചിട്ടില്ല. ഇതുവരെയും ചോദിച്ചിട്ടില്ല, അവർ ചോദിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു ലൈക്ക് കോറായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, യെസ്, ദേ നെവർ എവർ ഗോണ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ വൈ ഡിഡ് യു ചേഞ്ച് ദിസ് ഇൻടു ദിസ്? വൈ ഡിഡ് യു ഡു ദിസ്? വാട്ട് ഇസ് ദ റീസൺ? എന്താണ് പ്രശ്നം, എന്താണ്? അങ്ങനെ അവർ ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി റിലേറ്റീവ്സൊക്കെ കുറേ പേരുണ്ടായിരുന്നു. ഐ ന്യൂ ദാറ്റ് ദേ വർ ആസ്കിങ് ദീസ് ക്വസ്റ്റ്യൻസ് ടു സംബഡി എൽസ്, നോട്ട് ടു മീ. എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ലായിരുന്നു. അതങ്ങനെയാണ് സ്ഥിരമായിട്ട് ഇൻഡിറക്റ്റ് ആയിട്ടാണ് അവരിങ്ങനെ ഡിഗ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് പറയുന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആണ് ടു എവ്രിബഡി. ഞാൻ എന്താണോ, ഞാൻ എല്ലാവരുടെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്.